ചെയ്യുമായിരുന്നു. ഞങ്ങൾ ആരെയും തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചല്ല. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ കൗൺസിലർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് അവരെ ചവിട്ടി മെതിച്ച് കൊന്നുകളയാമെന്നാണ് ഭാവമെങ്കിൽ ഈ അകത്തിരിക്കുന്ന മേയർ ആ മേയർ വിചാരിക്കുന്ന തരത്തിലല്ല ഞങ്ങൾ. ആ മേയർ ഇതൊന്നും കണ്ടിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് വന്നവരെല്ലാവരെന്നും അവരെല്ലാം RSS കളിച്ചുകൊണ്ട് നടന്നവരാണ്. അവർ വന്ന് ഇത്തരത്തിലുള്ള ക്രമക്കേട് കാണിച്ച് ഞങ്ങളെ ചവിട്ടി മെതിക്കാമെന്നാണ് ഭാവമെങ്കിൽ അതിന്റെ വലിയ തിരിച്ചടി ഇവർ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഇത് ഭയങ്കര ക്രമക്കേടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരമാണ് LDFന്റെ നേതൃത്വത്തിൽ നടന്നത്. മുഴുവൻ മാധ്യമങ്ങളും നോക്കി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള സമരം നടത്തിയത്. ഒരാളെ പോലും ഒരു കൗൺസിലർ ഇതുവഴി പോകുന്ന സന്ദർഭത്തിലോ മറ്റ് ഇവിടുത്തെ എന്തെങ്കിലും ജീവനക്കാരോ മറ്റോ പോകുന്ന സന്ദർഭത്തിലോ ഇവിടെ ആരെയും തടഞ്ഞിട്ടില്ല. ഞങ്ങള് എത്രയോ സമയമെടുത്ത് ഇവിടെ ജനാധിപത്യപരമായി നടന്നിട്ടുള്ള സമരത്തെ എവിടെയോ ഇരുന്നൊരു ഗൂഢാലോചന നടത്തിയതിനു ശേഷം മേയറുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന കൗൺസിലർമാരെല്ലാരും കൂടി ഞങ്ങളെ വന്ന് ആക്രമിക്കുകയും ഞങ്ങൾ ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇതിന് ഇത്തരത്തിൽ ഇങ്ങനെ വന്ന് ഇടിച്ചു നിരത്തുന്നത് മേയറാണ് ആദ്യത്തെ ഇടിയിടിക്കുന്നത്. എന്റെ പുറത്താണ് മേയർ ആദ്യത്തെ ഇടിയിടിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ നിൽക്കുമ്പോഴാണ് ഇടിച്ചു കയറിക്കൊണ്ട് പോകുന്നതും മറ്റുള്ളവരെ അക്രമ പ്രവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഉള്ള ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. മുൻ മേയർ അടക്കമുള്ള ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ ഈ തള്ളി ഇടിച്ച് നിരത്തുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തെ പരിക്ക് പറ്റിക്കുന്ന രൂപത്തിലേക്കും മറ്റുള്ള കൗൺസിലർമാരും ഞങ്ങൾ വേറെ ആളുകളല്ല, ഞങ്ങൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരാൾ പോലും ഈ സമരത്തിനകത്ത് പങ്കെടുത്തിട്ടില്ലല്ലോ. 101 കൗൺസിലർമാരിൽ LDFന്റെ 29 കൗൺസിലർമാർ ജനാധിപത്യപരമായി മേയറുടെ മുന്നിലിരിക്കുന്ന ഈ പറയുന്ന മേയറുടെ ഓഫീസിനകത്തും ഞങ്ങൾ കയറിയിട്ടില്ല. വരാന്തലിരുന്ന ഞങ്ങളെയാണ് ഈ പറയുന്നത് പോലെ ഈ അക്രമ പ്രവർത്തനം മേയർ നടത്തിയത്. ഒന്നാം പ്രതിയായിട്ട് ഈ നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള കേസ് എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഒരു സമരം നടത്തുമ്പോൾ അതിനെ ഈ പറയുന്ന അധികാരവും ധാർഷ്ട്യവും ഉപയോഗപ്പെടുത്തിയിട്ട് ഇടിച്ചു നിരത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ സമീപനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ല, ഒരു മേയർക്ക് ചേർന്നതല്ല. ഇത് ഒരു കാലത്തും നമ്മുടെ ഈ നഗരസഭയ്ക്കകത്ത് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഞങ്ങളൊരു 15 പേരാണ് നടക്കുന്നത്. ഈ 100 കണക്കിന് പോലീസുകാർ നിൽക്കുന്ന സന്ദർഭത്തിലും ഒരു 25 കൂടുതൽ മാധ്യമ പ്രവർത്തകർ ക്യാമറ വെച്ച് നിൽക്കുമ്പോഴാണ് ഇടിച്ചു കയറി വരുന്നതും മേയറാണ് ആദ്യത്തെ ഇടിയിടിക്കുന്നത്. മറ്റുള്ളവർ രണ്ടാമത് ഇടിക്കുകയാണ്. ഈ ഇടി എന്ന് പറയുന്നത് RSSന്റെ ശാഖയ്ക്കകത്തിരുന്നുകൊണ്ട് തീരുമാനിച്ച് ഞങ്ങൾ പറയുന്നത് തന്നെയാണ്. RSSകാരുടെ ശാഖയായിട്ട് നഗരസഭയെ മാറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ മേയറുടെ നേതൃത്വം ചെയ്യുന്ന. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്യാമറയുടെ മുമ്പിനകത്ത് ജനാധിപത്യപരമായി സമരം നടത്തിയിട്ടുള്ള ആളുകൾക്ക് നേരെ നടത്തിയിട്ടുള്ളത്. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഈ മേയർ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയിട്ട് പോലീസ് അധികാരികൾ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ ജനാധിപത്യ ലംഘനം നടക്കുകയാണ്. നിങ്ങൾ രാവിലെ മുതൽ ഈ ദൃശ്യമാധ്യമങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ 500-ലധികം പ്രവർത്തകർ വെളിയിലുണ്ട്. ഒരാളെയും ഞങ്ങൾ ഇതിനകത്ത് കയറിയില്ല. ഞങ്ങൾ സമാധാനപരമായി 29 കൗൺസിലർമാർ ഇവിടെ സമരം ചെയ്യുന്നത് നിങ്ങൾ ദർശിച്ചതാണ്. എന്നാൽ മേയർ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇന്ന് നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് നന്നായി പ്ലാൻ ചെയ്തതാണ്. കാരണം മേയർ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറി വരുവാണെങ്കിൽ നമുക്കത് മനസ്സിലാവും അദ്ദേഹം സന്ദർഭവശാൽ വന്നതാണെന്ന്.